അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചധികം കക്ക കിട്ടി. അപ്പോൾ നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. അതൊന്ന് സ്റ്റീം തട്ടുന്ന സമയത്ത് അതിൻ്റെ ഷെല്ലൊക്കെ ഓപ്പണായി വരും. അതിൽ നിന്ന് നമ്മൾ ആ കക്കയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് 5-6 തവണ വീണ്ടും നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതോടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിലധികം കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മസാലയെല്ലാം ഈ കക്കയിറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതേ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഈ കാണുന്ന രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത്